ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ആദിത്യ വ്ളോഗ്സ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണാൻ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. കുറേ പേര് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് പേര് മാറ്റിയെന്ന്. ഞാൻ 1-2 ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഭാഗമായിട്ടാണ് പേര് മാറ്റിയത്. അപ്പോൾ അത് ഫിലിമിൻ്റെ ഡയറക്ടർ ആവശ്യപ്പെട്ടു, നമ്മൾ പേര് മാറ്റി. ഫിലിം ഇത് റിലീസായിട്ടില്ല, അതിൻ്റെ കാര്യങ്ങൾ നമുക്കറിയില്ല. കാരണം നമ്മൾ പോയി അഭിനയിക്കുക എന്നുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് പേര് മാറ്റിയത്. ഒരുപാട് പേര് വീണ്ടും ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ആദിത്യ എന്നുള്ള പേര് മാറ്റിയത്. ഇനി മുതൽ ആദിത്യ എന്നായിരിക്കും അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ നേരെ ഫ്രണ്ടിൻ്റെ അടുത്തോട്ട് പോയി. അവൻ്റെ കൊച്ചിൻ്റെയൊക്കെ കുറച്ച് സ്വർണം വെച്ചിട്ടുണ്ടായിരുന്നു. വീട് പണിയുടെ ഭാഗമായിട്ട് കൊച്ചിൻ്റെയൊക്കെ കുറച്ച് സ്വർണം മുത്തൂറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം മുത്തൂരിലോട്ട് പോയി. അപ്പോൾ അവിടെ ഒരു 3000 രൂപയും കൂടെ ബാലൻസ് അടക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ATM പോയി. ATM പോയ ശേഷം ആ ഒരു 3000 രൂപയൊക്കെ എടുത്ത് നമ്മൾ നേരെ അവിടെ കൊടുത്ത് സ്വർണം എടുത്ത് നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് പോവാണ്. കുറേ നാളത്തെ ആഗ്രഹമാണ് ഒരു അവക്കടയുടെ ഒരു ബഡ് ചെയ്തൊരു തൈ മേടിക്കണം എന്നുള്ളത്. ഗൾഫിലുള്ള സമയത്തൊക്കെ ഞാൻ ഒരുപാട് അവക്കട ജ്യൂസ് കുടിച്ചിട്ടുണ്ട്, നാട്ടിൽ വന്നിട്ടും കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വീടുകളിലൊക്കെ ഞാൻ ഈ അവക്കട കണ്ടിട്ടുണ്ട്. അപ്പം അവക്കടയുടെ മരം നമ്മൾ നട്ട് കഴിഞ്ഞാലും, ബഡ് ചെയ്ത മരം നട്ട് കഴിഞ്ഞാലും 3 വർഷം കഴിഞ്ഞാലേ ഫലം കായ്ക്കത്തുള്ളൂ. എന്തായാലും അത് മേടിക്കണം എന്ന് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. അങ്ങനെ കാശൊത്തപ്പം ഇന്ന് എന്തായാലും ആ അവക്കട മേടിക്കാൻ ഓർത്തു. കഴിഞ്ഞ ദിവസം നമ്മൾ മറ്റൊരു നഴ്സറി പോയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ 700 രൂപയാണ്, കുഞ്ഞു മരത്തിന് 700 രൂപയാണ്. അപ്പോൾ ഇവിടെ റാന്നി തന്നെ റാന്നി എരുമേലി റൂട്ടിൽ ഒരു നേഴ്സറി ഉണ്ട്. സോ അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ച് കാശ് കുറവാന്ന് പറയുന്നത് കേട്ടു. അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അവിടെ എത്ര ആവുമെന്ന് അറിയില്ല, എന്തായാലും അവിടെ പോയിട്ട് നമുക്ക് നോക്കാം എത്ര എമൗണ്ട് ആവും എന്നൊക്കെ. വണ്ടി ഓടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ് വണ്ടി ഓടിക്കുക എന്നുള്ളത്. ഞാനൊരു 10ാം ക്ലാസ് +1 ഒക്കെ ആകുമ്പോഴേക്കും ഞാൻ ബൈക്ക് പൾസർ 220 എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ കയ്യിൽ അതൊന്നുമില്ല, പക്ഷേ മുമ്പുണ്ടായിരുന്നു. ലൈഫിലൊരു ഇൻസിഡൻറ്റിന് ശേഷം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടു. എൻ്റെ ഫാമിലി, എൻ്റെ ബൈക്ക്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, എൻ്റെ ഫ്രണ്ട്സ് എല്ലാം നഷ്ടപ്പെട്ടു. രണ്ടാമതൊരു സെക്കൻഡ് ലൈഫാണത്. സോ സെക്കൻഡ് ലൈഫിൽ എനിക്ക് ഒരുപാട് പേര് എന്നെ സഹായിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ മുമ്പ് എനിക്ക് ബൈക്കുള്ളതുകൊണ്ട് എല്ലാവരുടെയും പോകാനും എടുക്കാനും ഭയങ്കര ഇഷ്ടമാണ്. ഡ്രൈവിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അതിനുശേഷം ഡ്രൈവിംഗ് കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കാറും പഠിച്ചു. കാർ ഓടിക്കാൻ പഠിച്ചു. ഇപ്പോൾ കാറിൻ്റെ ലൈസൻസ് എടുത്തിട്ട് ഏകദേശം 6-6.5 വർഷത്തോളമായി. പക്ഷേ ഇതുവരെ എനിക്കൊരു വണ്ടി പിന്നീട് ഓടിക്കാൻ പറ്റിയില്ല. കാരണം സ്വന്തമായിട്ട് വണ്ടിയില്ല, വേറൊരു വണ്ടി കയറാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. ഇടയ്ക്ക് ഇവൻ്റെ കൂടെ പോകുമ്പോഴാണ് ഇവനൊന്ന് എന്താ പറയുക, വണ്ടി എൻ്റെ കയ്യിൽ തരുന്നതും ഓടിക്കാൻ പറ്റുന്നതൊക്കെ. അതൊക്കെ ഒരു എന്താ പറയുക, ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ സ്വന്തമായിട്ട് കാർ ഓടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു സുഖമുള്ള, മനസ്സിന് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. ഡ്രൈവ് ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞിലേ ഭയങ്കര ഇഷ്ടമാണ്. എന്നെ ഡ്രൈവിംഗ് ഒന്നും അങ്ങനെ ആരും പഠിപ്പിച്ചതല്ല, ഞാൻ സ്വമേധയാ പഠിച്ചതാണ്. ബൈക്കൊക്കെ, കാറ് ഓൾറെഡി ഞാൻ ട്രെയിൻ ചെയ്ത് പിന്നെ എന്താ പറയുക, നമ്മുടെ ഒരു സ്ഥലത്ത് ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് പഠിച്ചാണ് കാറ്. പക്ഷേ ബൈക്ക് ഞാൻ എന്താ പറയുക സ്വന്തമായിട്ട് പഠിച്ചാണ്. എനിക്ക് ഒരാളും ബൈക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ടായില്ല. ഞാൻ സ്വന്തമായിട്ട് ഒരു ദിവസം ബൈക്ക് എടുത്തു. കൂട്ടുകാരൊക്കെ ഓടിക്കുമെന്ന് ചോദിക്കും, ഇതെന്നാന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഞാൻ ഒരു സ്വന്തമായിട്ട് 3000 രൂപയും കൊടുത്ത് ഒരു ദിവസത്തേക്ക് ബൈക്ക് ഫുള്ള് എടുത്തിട്ട് വാടകയ്ക്ക് എടുത്തിട്ട് ഞാൻ പഠിക്കുമായിരുന്നു. പിന്നീട് ഞാൻ സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങൾ അങ്ങനെ പഠിച്ച് വരുമായിരുന്നു. കാറും എനിക്ക് പെട്ടെന്ന് തന്നെ കിട്ടി. ആദ്യത്തെ ടെസ്റ്റിന് തന്നെ കിട്ടി. ഏകദേശം 14 ദിവസത്തിനുള്ളിൽ കാറ് പഠിച്ചു, ലൈസൻസും എടുത്തു. പക്ഷേ പിന്നീട് സ്വന്തമായിട്ട് വണ്ടി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കാർ പിന്നെ ഓടിക്കാൻ പറ്റിയില്ല. പിന്നെ ഇവൻ്റെ കൂടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയതിനു ശേഷമാണ് വീണ്ടും കാറും ഒക്കെ ഓടിച്ചു തുടങ്ങുന്നത്. എന്തായാലും അതൊരു വലിയൊരു ഭാഗ്യം തന്നെയായി. അങ്ങനെ നമ്മുടെ റാന്നിയുള്ള നഴ്സറിയിൽ എത്താറായി. സോ ഇതാണ് നഴ്സറി. അത്യാവശ്യം വലിയ നഴ്സറിയാണിത്. നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ച പോലുള്ള മീഡിയം നഴ്സറിയല്ല, ഇതൊരു വലിയ നഴ്സറിയാണ്. വലിയൊരു ഏക്കർ കണക്കിന് സ്ഥലത്ത് ഫുള്ള് ബഡ് ചെയ്ത മരങ്ങളാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇവിടെ കൂടുതൽ മരങ്ങളാണ്, ഓരോ തരം ഫലം കായ്ക്കുന്ന മരങ്ങളാണ്, ചെടികളില്ല ഇവിടെ. മരങ്ങളാണ് കൂടുതൽ. തെങ്ങ്, അത് ഇത്, മാങ്ങ, ചക്ക, അങ്ങനത്തെ എല്ലാ ഫ്രൂട്ട്സ് ഐറ്റംസ് എല്ലാം കിട്ടും ഇവിടെ. അങ്ങനെ നമ്മൾ അവക്കട എടുത്തു. ഇവിടെ വന്ന് നോക്കുമ്പം ഇവിടെ വലിയ റൈറ്റ് ഇല്ല. 400 രൂപയ്ക്ക് തന്നെ നമുക്ക് കിട്ടി ഈ ഒരു അവക്കടയുടെ. ഇത് അത്യാവശ്യം കൊച്ചു തൈയല്ല, അത്യാവശ്യം വലുപ്പമുണ്ട്. നമ്മൾ മറ്റിടത്ത് കണ്ടെന്ന് കൊച്ചു തൈയായിരുന്നു, അതിനാണ് അവർ 700 രൂപ പറഞ്ഞത്. പക്ഷേ ഇവിടെ വന്ന് നോക്കുമ്പം 400 രൂപയ്ക്ക് നമുക്ക് കിട്ടി. പക്ഷേ അവിടുത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തടിയുടെ ആ ഒരു കമ്പിനൊക്കെ കുറച്ച് വണ്ണമുണ്ട്. ഇവിടുത്തെ കുറച്ച് വണ്ണം കുറവാണ്, സ്കെൽറ്റായിട്ടിരിക്കുന്നത്. പക്ഷേ അവിടുത്തെ തടിയുടെ കുറച്ച് വണ്ണമുണ്ട്. അതുകൊണ്ടായിരിക്കും ഒരു ദിവസം 700 രൂപ. പിന്നെ ക്വാളിറ്റി കൂടുതലായിരിക്കാം, അറിയില്ല. പക്ഷേ ഇവിടെ 400 രൂപയേ ഉള്ളൂ. എന്നാൽ അത്യാവശ്യം പൊക്കമുണ്ട്. അവിടുത്തെ പൊക്കം കുറവാണ്, പക്ഷേങ്കിൽ തടിക്ക് വണ്ണം കൂടുതലുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവക്കട മേടിച്ചു. ഇതാണ് നമ്മൾ മേടിച്ച അവക്കട. ഇതിന് 3 വർഷം കഴിയണം ഇതിൽ ഫലം കായ്ക്കാൻ വേണ്ടിയിട്ട്.
ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ടൊരു അവക്കടയുടെ തൈ മേടിച്ച് വീട്ടിൽ എന്താ വെക്കണം എന്നുള്ളത്. ഇനി 3 വർഷം അവനെ കറക്റ്റ് പരിപാലിച്ച് നോക്കി ശുശ്രൂഷിച്ചിട്ട് വേണം അതിന്ന് ഫലം എടുക്കാൻ വേണ്ടിയിട്ട്. സോ ഇനി 3 വർഷം എന്ന് പറയുമ്പം ഇപ്പോൾ 2025, 26, 27, 28 ആകുമ്പോഴേക്കും ഫലം കായ്ക്കുമായിരിക്കും. ഇപ്പോൾ ജീവനോടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം കഴിക്കാൻ പറ്റും. പിന്നെ ഈ ഒരു ജീപ്പ് കാണിക്കാൻ ഒരു കാരണമുണ്ട്. കാരണം ഞാൻ കൊച്ചിയിലൊക്കെ സ്കൂൾ വിട്ട് വരുമ്പം അല്ലെങ്കിൽ ടൗണിലൊക്കെ പോകുമ്പം ഒരുപാട് ഈ ജീപ്പിൽ ട്രിപ്പ് അടിച്ച് വന്നിട്ടുണ്ട്. ഇപ്പം ഇങ്ങനത്തെ ജീപ്പുകൾ കാണാനേ ഇല്ല. എൻ്റെ നാട്ടിലൊക്കെ, ഞാൻ ജനിച്ച് വളർന്ന നാട്ടിലൊക്കെ ഇങ്ങനത്തെ ജീപ്പ് ഉണ്ടാവുമായിരുന്നു. എന്നിട്ട് നമ്മൾ ഇതിലായിരുന്നു ട്രിപ്പ് അടിച്ചുകൊണ്ടിരുന്നത്. ഫ്രണ്ടിൽ ശരിക്കും 3 പേർക്ക് ഇരിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ 3 4 പേര് ഫ്രണ്ടിൽ ഇരിക്കും, ബാക്കിലൊക്കെ ഫുള്ള് എന്താ പറയുക ആൾക്കാരായിരിക്കും. എന്നിട്ട് നമ്മൾ പുറകിൽ ഇങ്ങനെ കമ്പി പിടിച്ചിട്ട് ആ സ്റ്റാൻഡിലൊക്കെ നിന്നിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ജീപ്പ് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലമൊക്കെ ഓർമ്മ വന്നു. ഇപ്പോൾ ഈ ഒരു ജീപ്പ് എല്ലാവരുടെയും കാണുന്നത് വളരെ റെയറാണ്. പത്തനംതിട്ട ജില്ലയിൽ ഈ ജീപ്പ് കാണാറേ ഇല്ല. അപ്പോൾ ആ ഒരു ജീപ്പ് കണ്ടപ്പം അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഓർത്തു. ഒരുപാട് പേർക്ക് 90s കിഡ്സിന് ഈ ഒരു ജീപ്പ് കണ്ട ഓർമ്മയുണ്ടാവും. ഇതിലായിരുന്നു നമ്മൾ ട്രിപ്പ് അടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഓട്ടോയാണ് കൂടുതൽ കാണുന്നത്. അന്ന് ഓട്ടോ കുറവായിരുന്നു, ജീപ്പുകളായിരുന്നു അധികമായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ നൈസായിട്ട് അവക്കടനെ കൊണ്ടുപോവാണ്. അവനെ തട്ടി കാറിലാക്കി. ഫ്രണ്ടിൻ്റെ കാറാണ്, എന്തായാലും എല്ലാത്തിനും സഹകരിക്കുന്ന ഒരു ഫ്രണ്ടാണ്. നേരെ നമ്മൾ അവനെ കാറിലോട്ടാക്കി. അതിനുശേഷം അവൻ പറഞ്ഞു നമുക്ക് കരിമ്പ് വേണമെന്ന് പറഞ്ഞു. അവന് വീട്ടിലോട്ട് കരിമ്പ് വേണമെന്ന് പറഞ്ഞു. വെച്ച് പിടിപ്പിക്കാനെങ്ങാണ്ടാന്ന് തോന്നുന്നു. അപ്പം അത് വേണമെന്നുകൊണ്ട് അത് റാന്നിയിൽ എവിടെയും കിട്ടാൻ ചാൻസ് ഇല്ലാത്തതുകൊണ്ട് എരുമയിലേക്ക് കിട്ടും. ഇപ്പം ശബരിമല സീസണാണ്. ശബരിമല സീസൺ ആയതുകൊണ്ട് തന്നെ അവിടെ കരിമ്പ് കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ സീസണിലാണ് ഏറ്റവും കൂടുതൽ കരിമ്പും കാര്യങ്ങളും കാണുന്നത്. അപ്പം നമ്മൾ നോർത്തു നേരെ അങ്ങോട്ട് വിട്ടു. ഇത് റാന്നി എരുമേലി റൂട്ടാണ്. അപ്പോൾ എരുമേലിയിൽ ഒരുപാട് പ്രശസ്തമായിട്ടുള്ള എരുമേലി പള്ളിയൊക്കെ, ബാബരി പള്ളിയൊക്കെ വളരെ പ്രശസ്തമാണ്. നിങ്ങൾ ഒരുപാട് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ബാബരി പള്ളിയൊക്കെ. പള്ളിയിലൂടെ കയറിയിട്ട് ശബരിമലയ്ക്ക് പോകുന്നതെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. സോ ആ ഒരു പള്ളിയാണ് എരുമേലിയുള്ള പള്ളി, ബാബരി പള്ളി. അപ്പോൾ ഇവിടുന്നാണ് സ്വാമിമാർ പേട്ടത്തുള്ളലും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പം നമ്മൾ അങ്ങോട്ട് പോവാണ്. ഇവിടെ കരിമ്പ് കിട്ടാനുള്ള സാധ്യത അവിടെ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളൊന്ന് അവിടെ കിട്ടുമെന്ന് ഓർത്തിട്ട് നമ്മൾ നേരെ അങ്ങോട്ടേക്ക് തിരിച്ചു. മാത്രമല്ല റാന്നിയിൽ നിന്ന് എരുമേലി റൂട്ട് ഭയങ്കര ഒരു വനം പോലെയൊക്കെ ഉണ്ട്. 2 സൈഡായിട്ട് ഒരുപാട് റീൽസിലൊക്കെ ഒത്തിരി പേര് ഇട്ടിട്ടുള്ള വീഡിയോസാണ് ആ ഒരു റൂട്ട്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കണ്ടോ, 2 സൈഡിലും നിറയെ വനങ്ങളാണ്. ഒരുപാട് സിനിമയിലൊക്കെ ഈ ഒരു ലൊക്കേഷൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സിനിമകളിൽ, പഴയ സിനിമകളാണെങ്കിലും പുതിയ സിനിമകളിലാണെങ്കിലും ഈ ഒരു ലൊക്കേഷൻ ഒരുപാട് ഉപയോഗിച്ചത് കണ്ടിട്ടുണ്ട്. പിന്നെ ഒരുപാട് റീൽസിൽ വെറും ആ ഒരു സ്ഥലം മാത്രം എടുത്തിട്ട് റാന്നി എരുമേലി റൂട്ടെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ എരുമേലി റാന്നി റൂട്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരുപാട് പേര് ആ ഒരു വീഡിയോ ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ആ ഒരു മനോഹര കാഴ്ച കൂടെ ഈ ഒരു വ്ളോഗിലൂടെ കാണിക്കാമെന്ന് ഓർത്തിട്ടാണ് ഞാൻ അവിടത്തേക്ക് പോകുന്നുള്ള മുഴുവൻ വീഡിയോസും ഞാൻ എടുക്കുന്നത്. ഇത് നമ്മൾ കുറച്ചും കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതിലും അപ്പുറം വനമാണ്. 2 സൈഡും, അതായത് റോഡിൻ്റെ 2 സൈഡും വനമാണ്. ഇപ്പോൾ കുറച്ച് അങ്ങോട്ട് പോകുമ്പം നിങ്ങളിത് കാണും. നമ്മളിപ്പോൾ ആ ഒരു എരുമേലിയുടെ റൂട്ടിലോട്ട് വളയും. നേരെ പോയി കഴിഞ്ഞാൽ കോട്ടയത്തോട്ടാണ്. നമ്മുടെ സൈഡിലോട്ട്, അത് വലത് സൈഡിലോട്ട് വളഞ്ഞ് നമ്മൾ എരുമേലിലോട്ട് പോകും. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. 2 സൈഡിലും ഫുള്ള് വനങ്ങളാണ്. ഒരുപാട് സോങ്സൊക്കെ അവിടെ നിന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് സിനിമയുടെ. അപ്പം നല്ല മനോഹര കാഴ്ച തന്നെയായിരിക്കും. അപ്പോൾ അതും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇത് മൊത്തത്തിൽ, ആ ഒരു യാത്ര മൊത്തത്തിൽ ഷൂട്ട് ചെയ്യുന്നത്. ഇതാ ഞാൻ പറഞ്ഞത്, നേരെ പോയി കഴിഞ്ഞാൽ ഇത് കോട്ടയമാണ്. നമ്മൾ റൈറ്റിലോട്ട് തിരിയുകയാണ്. റൈറ്റിലോട്ട് തിരിയുമ്പോൾ എരുമേലി റൂട്ടാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാം 2 സൈഡിലും, ഈ കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 2 സൈഡിലും ഫുള്ള് വനങ്ങളാണ്. ഇത് നമ്മുടെ സാധാരണ ഒരു നോർമൽ ഫോണിലെ ക്ലാരിറ്റി കൊണ്ടാണ് ഇത്ര ഒരു ഭംഗിയിൽ കാണുന്നത്. ഇത് പക്ഷേ നല്ലൊരു ക്യാമറയൊക്കെ ആണെങ്കിൽ ഭയങ്കര ബ്യൂട്ടി ആയിരിക്കും കാണാൻ വേണ്ടിയിട്ട്. കാരണം 2 സൈഡിലും ഇങ്ങനെ മരങ്ങൾ അങ്ങനെ നിൽക്കുകയാണ്. ഒരു ഫുള്ളൊരു ഫോറസ്റ്റ് ഏരിയ ആണിത്. ഭയങ്കര ഭംഗിയാണ് കാണാനും. നമ്മുടെ ഒരു നോർമൽ ക്യാമറ ആയതുകൊണ്ടാണ് ഈ ഒരു ക്വാളിറ്റി കിട്ടുന്നത്. നല്ല ക്യാമറ ഒക്കെ എടുത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫോട്ടോ ഷൂട്ട് ചെയ്യാനും ഇനി വെഡ്ഡിങ് ഷൂട്ട് ചെയ്യാനും അങ്ങനത്തെ ഒരുപാട് ആൾക്കാർ, അങ്ങനെയൊക്കെ ഈ ഫോട്ടോ ഷൂട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റിയ സ്ഥലമാണ് ഇവിടെ. അടിപൊളി സീനറിയാണ്. ഫുൾ എന്താ പറയുക, ഒരു ഫോറസ്റ്റ് ഏരിയ ആണ് ഇവിടെ.
കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും കോഴിക്കോട് നിന്നൊക്കെ ഒരുപാട് പിള്ളേർ സെറ്റ് വന്നിട്ട് ഇവിടെ വന്നിട്ട് വ്ളോഗ് ചെയ്യുന്നുണ്ട്. പിള്ളേർ സെറ്റും ഫാമിലീസൊക്കെ വന്നിട്ട് വ്ളോഗ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്കൊരു അങ്ങനെ ഒരു വ്ളോഗ് ചെയ്തുകൂടാ എന്ന് ആലോചിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ഒരു വ്ളോഗ് ചെയ്യുന്നത്. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ എരുമേലി ബാവരി വള്ളിയൊക്കെ വളരെ പ്രശസ്തമാണ്. അങ്ങനെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇവിടെ തന്നെ ഒരു കരിമ്പ് ജ്യൂസ് അടിച്ച് കൊടുക്കുന്ന ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു കട കണ്ടു. അവിടെ നമ്മൾ കയറിയിട്ട് കരിമ്പ് ജ്യൂസ് കുടിച്ചു. നമുക്ക് അവിടെ കരിമ്പ് മേടിക്കാനില്ല, അവിടെ ജ്യൂസായിട്ട് അവർ അടിച്ച് കൊടുക്കുന്നതേ ഉള്ളൂ. അല്ലാതെ നമുക്ക് മേടിച്ച് വീട്ടിലോട്ട് കൊണ്ടുള്ള വലിയ കരിമ്പ് തണ്ടില്ല. അപ്പം നമ്മൾ അവിടെ ജ്യൂസ് കുടിച്ചിട്ട് നേരെ വീണ്ടും എരുമേലിലോട്ട് യാത്രയായി. ഒരു ഉച്ച സമയത്താണ് നമ്മൾ യാത്ര ചെയ്യിച്ചത് എരുമേലിലോട്ട് തന്നെ. അതുകൊണ്ട് ഈ സമയത്ത് ഭയങ്കര ചൂടായിരിക്കും. ഈ ശബരിമല സീസണിൽ ഉച്ച ടൈമിനൊക്കെ ഭയങ്കര ചൂടായിരിക്കും, നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. പക്ഷേ രാവിലെ ഈ പത്തനംതിട്ട ജില്ലയിൽ ഈ ഭാഗത്ത് രാവിലെ ആകുമ്പോൾ ഫുള്ള് മഞ്ഞും ഭയങ്കര തണുപ്പായിരിക്കും, ഒരു 8-9 മണി വരെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒടുക്കത്തെ ചൂടായിരിക്കും. പിന്നെ ഒരു 4 മണി 3:30-4 മണിയാകുമ്പോൾ വീണ്ടും പഴയതുപോലെ മഞ്ഞ് മൂടി തുടങ്ങും. ഒരുപക്ഷെ മലമ്പ്രദേശങ്ങളൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു ധാരണ. മാത്രമല്ല, ഈ എരുമയിലുള്ള ആൾക്കാർ വളരെ സ്നേഹമുള്ള ആൾക്കാരാണ്. എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് പത്തനംതിട്ട ജില്ലയിൽ കുറച്ചും കൂടെ ഒരു സ്നേഹവും കുറച്ചും കൂടെ ഒരു മനുഷ്യത്വമൊക്കെ ഉള്ള ആൾക്കാരുള്ളത് എരുമേലിയിലാണ് ഞാൻ കണ്ടെടുത്തിലോളം. കാരണം സാധനങ്ങൾക്കൊക്കെ മിതമായ റേറ്റാണ്. റാന്നിയിലൊക്കെ ആണ് തീ പിടിച്ച റേറ്റാണ്, ഒരു സാധനം നമുക്ക് മേടിക്കാൻ പറ്റത്തില്ല. പക്ഷേ എരുമേലിയിൽ ചെല്ലുമ്പോൾ സാധനങ്ങൾക്കൊക്കെ പച്ചക്കറിക്കാണെങ്കിലും മറ്റു കാര്യങ്ങൾക്കാണെങ്കിലും ഒരുപാട് സാധനങ്ങൾക്ക് വില വ്യത്യാസമുണ്ട്. അതുകൊണ്ട് പലരും മേടിക്കുന്നത് എരുമേലി വന്നിട്ടാണ്. ഇതാണ് ബാവരി വള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അമ്പലത്തിലോട്ട് പോവുകയാണ് ഈ സ്വാമിമാർ. ഇപ്പർ സൈഡാണ് ബാവരി വള്ളി. അപ്പോൾ ആ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാവരി വള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്ന കാണിക്കാമെന്ന്. ഇത് കണ്ടോ, സൈഡിൽ കൂടെ സ്വാമിമാർ പോവുകയാണ്. ഇവിടെ തന്നെ നേരെ പോയി കഴിഞ്ഞാൽ കുറച്ച് ഫ്രണ്ടിലോട്ടൊരു അമ്പലമുണ്ട്. അവിടെ നിന്നാണ് ഈ സ്വാമിമാർ പേട്ട തുള്ളിയിട്ട് നേരെ ശബരിമലയ്ക്ക് പോകുന്നത്. ആദ്യം പള്ളിയിൽ കയറും. പള്ളിയിൽ കയറിയിട്ട് അവിടുന്ന് ബാവരി പള്ളിയിൽ നിന്ന് കയറി ചുറ്റും ഇറങ്ങിയിട്ട് പ്രദക്ഷിണം ചെയ്ത് ചുറ്റും ഇറങ്ങിയിട്ട് അവർ അമ്പലത്തിൽ പോയിട്ട് അവിടുന്ന് പേട്ട തുള്ളിയിട്ടാണ് ഇവർ പോകുന്നത്, ശബരിമലയ്ക്ക് പോകുന്നത്. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നേരെ റാന്നിയിലോട്ട് വന്നു. റാന്നിയിൽ വന്നിട്ട് കൂട്ടുകാരൻ പറഞ്ഞു അവനൊരു ചെരുപ്പ് വേണമെന്നാണ്, വീട്ടിൽ ചവിട്ടാനുള്ള ചെരുപ്പ് വേണമെന്നു. അപ്പം ഇവിടെ നമ്മൾ വിലക്കുറവിന് ഇപ്പം 100-150 കിട്ടുന്ന മിഠായി തെരുവിലൊക്കെ കണ്ടിട്ടില്ല, കോഴിക്കോട് മിഠായി തെരുവിലൊക്കെ കണ്ടിട്ടില്ലേ, ചെറിയ ചെറിയ കടകൾ. അങ്ങനെ 1-2 കട റാന്നിയിലുണ്ട്, 2 കട ഉണ്ട്. അപ്പോൾ അതിലൊരു കടയാണത്. അപ്പോൾ നമ്മൾ ഇവിടത്തോട്ട് കയറി. കണ്ടോ, ഈ ചെരുപ്പിനൊക്കെ വളരെ വിലക്കുറവാണ്. ഒരുപാട് വിലക്കുറവൊന്നുമില്ല, എന്നാലും മറ്റു കടകളെ അപേക്ഷിച്ച് ഇവിടെ വിലക്കുറവാണ്. മിഠായി തെരുവ്, കോഴിക്കോട് മിഠായി തെരുവിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ പാതി വിലയ്ക്ക് നമുക്ക് ചെരുപ്പൊക്കെ കിട്ടും. കാരണം ഞാൻ ഓൾറെഡി മിഠായി തെരുവിലൊക്കെ പോയിട്ടുള്ളതാണ്, അവിടെയൊക്കെ ജീവിച്ചുള്ള ഒരാളായതുകൊണ്ട് എനിക്കറിയാം അവിടെയൊക്കെ പാതി വിലയ്ക്ക് കിട്ടും. എന്നാലും മറ്റ് കടകളെ അപേക്ഷിച്ച് റാന്നിയിൽ ഈ ഒരു കടയിൽ വിലക്കുറവാണ്. ഈ ഒരു പുള്ളി മലപ്പുറത്താണ്. മലപ്പുറത്തുനിന്ന് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കട നടത്തുന്നൊരു പുള്ളിയാണിത്. പുള്ളിയുടെ പേര് എന്നോട് മറന്നുപോയി, പേരെന്തോ അറിയില്ല, പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഓർമ്മയില്ല. അങ്ങനെ വീട്ടിലിടാൻ വേണ്ടി ഞാൻ പറഞ്ഞു ഈ ഒരു ചെരുപ്പ് എടുത്താൽ മതി, റബ്ബറിൻ്റെ മറ്റേ ചെരുപ്പ് നമ്മുടെ കാലിന് നല്ലതല്ല, ബ്ലഡ് ഓട്ടത്തിന് നല്ലതല്ല, അപ്പോൾ ഈ ഒരു ചെരുപ്പ് എടുത്താൽ മതിയിട്ട് അങ്ങനെ അവൻ ആ ഒരു ചെരുപ്പ് തന്നെ എടുത്തു. നമ്മൾ പണ്ടൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ചവിട്ടിയിട്ടുള്ള ആ ഒരു എന്താ പറയുക ഫിഷറസ്റ്റോ ഒരു ചെരുപ്പുണ്ടല്ലോ, അതിൻ്റെ ഒരു ബ്ലാക്കാണ് അവൻ എടുത്തത്. പേരെനിക്ക് ഓർക്കുന്നില്ല, അതിൻ്റെ ഒരു ബ്ലാക്കാണ് എടുത്തത്. അങ്ങനെ അതിനൊരു 130 രൂപയായി. നമ്മൾ എന്താ പറയുക, ഞാനതാ പറഞ്ഞത്, ഇവിടെ ഏറ്റവും കുറഞ്ഞ കടയായിട്ട് പോലും അതൊരു 130 വേറെ എവിടെയെങ്കിലും പോകണമെങ്കിൽ ഇതിലും കുറച്ച് കിട്ടും. സാധാരണക്കാർക്കാണ് പറയുന്നത്. പൈസ ഉള്ളവർക്കാണെങ്കിൽ എത്ര പൈസ കൊടുത്തും എവിടെ നിന്നും മേടിക്കാം. സാധാരണക്കാർ എന്താ പറയുക, ഒരു 100 രൂപ അല്ലെങ്കിൽ 80 രൂപയുടെയൊക്കെ ചെരുപ്പ് മേടിച്ചാൽ ചവിട്ടുന്നത് എന്നെ പോലുള്ളവർ. അല്ലാതെ പൈസ ഉള്ളവർക്കാണെങ്കിൽ എവിടെ നിന്നും എന്തും മേടിക്കാം. അത് കഴിഞ്ഞ് എൻ്റെ കൂടെ ഉള്ളത് അവനൊരു ഡോക്ടറാണ്. അപ്പോൾ അവനൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം അവൻ പേഷ്യൻ്റെ അടുത്ത് പോയി തിരിച്ചു വരുമ്പോഴേക്കും നൈറ്റായി. ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാൻ നൈറ്റ് ഇങ്ങനെ വണ്ടിയിൽ യാത്ര ചെയ്യുന്നത്. സൈഡിലൊക്കെ ഒരുപാട് കടകളിലൊക്കെ ലൈറ്റുകളൊക്കെ ഓണായി. കാരണം എൻ്റെ വീട്ടിലൊരു 6 മണിയാകുമ്പോൾ ഞാൻ വീട്ടിൽ കയറണം, അല്ലെങ്കിൽ പിന്നെ എനിക്ക് വണ്ടിയില്ല, വള്ളമില്ല. മാത്രമല്ല പന്നി ഇറങ്ങും, ഒത്തിരി നൈറ്റായി കഴിഞ്ഞാൽ വീട്ടിൽ വരാനൊക്കത്തില്ല. എല്ലാ വീടുകളിൽ 6 മണിക്ക് കഴിയുമ്പോൾ എല്ലാ വീട്ടിലും പട്ടിയൊക്കെ അയച്ചു വിടും, അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് കയറി വരാൻ പറ്റത്തില്ല.
അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ 6 മണിക്ക് മുമ്പ് നമ്മൾ വീട്ടിലടങ്ങണം. അപ്പോൾ ഒത്തിരി നാൾക്ക് ശേഷമാണ് ഇത്രയും ലേറ്റായിട്ട് ഞാൻ വീട്ടിലോട്ട് വരുന്നതും ഈ ഒരു നൈറ്റ് ഇങ്ങനെ ലൈറ്റൊക്കെ കത്തി നിൽക്കുന്ന കാണുന്നതും എനിക്കെന്തോ ഒരു അത്ഭുതം പോലെ. കാരണം 3-3.5 വർഷമായിട്ട് ഈ ഒരു ടൈമിൽ ഇറങ്ങുന്നത് വളരെ ചുരുക്കമാണ്. 6 മണിയാകുമ്പോൾ വീട്ടിലടങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് വീട്ടിലോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ടാണ്. അല്ലെങ്കിൽ നേരത്തെയൊക്കെ എൻ്റെ കുഞ്ഞിലൊക്കെ ആണെങ്കിൽ എപ്പോഴും നമ്മളൊരു 10 മണിയൊക്കെ ആകുമ്പോഴേ നമ്മൾ വീട്ടിൽ കയറാറുള്ളൂ. എപ്പോഴും ടൗണിലായിരിക്കും ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ. അല്ലെങ്കിൽ ഞാൻ ജനിച്ച് വളർന്ന വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടുണ്ട്. അവിടെ ആയിരിക്കും ഒരു 10 മണിയൊക്കെ. കൂട്ടുകാരോട് അങ്ങനെ ഇരിക്കും. അവിടെ ഞാനും എൻ്റെ കൂട്ടുകാരനും അവൻ്റെ അനിയനൊക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ ഒരുപാട് തമാശ പറഞ്ഞ് അങ്ങനെ ഇരിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് നടക്കത്തില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എല്ലാ ദിവസവും ഒന്നിക്കൊന്നരാടം നമ്മൾ വീഡിയോ ആയിട്ട് എത്തുന്നതായിരിക്കും. ഒരു 7 മണിക്കാണ് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരുപാട് വ്ളോഗേഴ്സ് ഉണ്ട്. അപ്പം നമ്മുടെ വ്ളോഗ്സ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.